അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഞങ്ങളുടെ സർവൈവൽ വേൾഡ് ഉണ്ട്, ആ വേൾഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ചേട്ടൻ്റെ വീട്. ഇവിടെ സ്റ്റോറേജ് റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ഇത്ര ഐറ്റംസാണ് വരുന്നത്. പിന്നെ അപ്പുറത്തേൽ മീറ്റൊക്കെ വരുന്നുണ്ട് ഗൈസ്. മീറ്റൊക്കെ ഒതുക്കി. പിന്നെ ഇല്ല അയൺ ഉണ്ട്, അങ്ങനെ ഗോൾഡ് ഇല്ല അതൊക്കെ ഉണ്ടാവും ഗൈസ്. ഒളിപ്പിച്ച് വെച്ചേക്കാവും, ഞാൻ കാണാണ്ട്, ഇല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് പോകും. പിന്നെ ഇവിടെ സ്യൂട്ടോ ഹാർമറൊക്കെ ഉണ്ട് ഗൈസ്. ടോട്ടം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇട്ട് ചെടി പോലെ ഇങ്ങനെ വെച്ചേക്കാണ് ഗൈസ്. പിന്നെ താഴത്തോട്ട് ഇങ്ങനെ സ്റ്റെയറിക്കൂടെ ഇറങ്ങി പോകുമ്പോൾ ഗൈസ് ഇവിടെ ആയിട്ട് കുറേ ഷീപ്പിനൊക്കെ പൂട്ടിയിട്ടുണ്ട്. എന്തിനാണവ. പിന്നെ ഇവിടെ ഒരു ഡോഗ് ഉണ്ട്, ചേട്ടൻ അണക്കിയെടുത്തതാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പിന്നെ ഈ മഡൊക്കെ പൊട്ടിക്കുമ്പോൾ താഴത്തോട്ട് ഒരു കേവ് ഉണ്ട് ഗൈസ്. കേവല്ല, മൈനിങ് ഏരിയക്കൂടെ ഇങ്ങനെ കുറേ ഇറങ്ങിപ്പോണം ഗൈസ്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ കുറേ ആയിട്ട് തോന്നിയില്ല. പക്ഷെ ശരിക്കും ഇതിന് വരും കഴിയാൻ താഴ്ചയിലാട്ടോ ഈ കേവ് ഇരിക്കുന്നത്. ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെസ്റ്റ് ഉണ്ട് ഗൈസ്. ആ ചെസ്റ്റിൻ്റെ ഉള്ളിൽ പിക്കറ്റ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ ലാഡർ ഇറങ്ങിപ്പോവാണ് ഗൈസ്. പിന്നെ ഇവിടെയാണ് കേവും കാര്യങ്ങളും വരുന്നത്. സോംബി വരാണ്ടിരിക്കാൻ കുറേ ടോർച്ചും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് കേവ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കയറി പോവാം. ഇവിടെ അധികം നേരം നിൽക്കണ്ട ഗൈസ്. ചിലപ്പോൾ സോംബി അങ്ങനെ വന്നാൽ പ്രശ്നമാണ്. അങ്ങനെ തല്ലി കൊല്ലും സോംബി. അത്രയ്ക്ക് പവറുണ്ട് ഗൈസ് ഇപ്പോഴത്തെ സോംബിക്ക്. പക്ഷേ അയ്യണ്ട വാളുകൊണ്ടാണെങ്കിൽ പെട്ടെന്ന് കൊല്ലാം. നമ്മൾ ഇപ്പോൾ മുകളിലേക്ക് കയറി പോവാണ് ഗൈസ്. മുകളിലേക്ക് ഇങ്ങനെ കുറേ കയറി പോകാനൊന്നും ഇല്ല. വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി കയറി പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ മഡ് പൊട്ടിക്കണം ഗൈസ്. ഞാൻ ഷവലെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മഡ് പൊട്ടിക്കാൻ ഈസിയാണ് ഗൈസ്. മഡ് ഇവിടെ വെച്ച് അടച്ചിട്ട് ഇവിടെ പട്ടിക്കുട്ടി ഉണ്ട്, അത് ഞാൻ നേരത്തെ കാണിച്ചത്, ഒന്നും കൂടിയും കാണിച്ചെന്നേ ഉള്ളൂ. ഇവിടെ ഒരു പിങ്ക് ആടുണ്ട്. പിന്നെ നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട് ഗൈസ്. ഡോറ് ഇങ്ങനെ തുറക്കുമ്പോൾ രണ്ട് സൈഡിൽ പൂ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടോമി എന്ന് പറയുന്ന ഒരു കുതിരയുണ്ട് ഗൈസ്. കുതിര അത് ചേട്ടൻ ഇണക്കിയെടുത്തതാണ്. ഇത് എനിക്കിപ്പോൾ ഓടിക്കാൻ പറ്റും ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് പിന്നെ ഇറങ്ങി പോകുമ്പോൾ ഇതാണ് എൻ്റെ വീട് ഗൈസ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വീട് ഗൈസ്. ഞാൻ കുറേ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു ഡോറ്, പിന്നെ ഇത് അടച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു ഡോറ്, പിന്നെ ഇത് കഴിയുമ്പോൾ ഒരു ട്രാപ്പ് ഡോറ്, അതും അടച്ച് കഴിയുമ്പോൾ ബെഡ്, ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ ഇവിടെ എമറാൾഡ് അങ്ങനത്തെ ഇത്തിരി സാധനങ്ങൾ, ബോട്ട് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ എൻ്റെ ഫുഡൊക്കെ. പിന്നെ ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, ആ ചെസ്റ്റിൻ്റെ ഉള്ളിൽ എമറാൾഡ്, പിന്നെ സ്വാഡ്, അതൊക്കെയാണ് ബോൾ മീലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് മുകളിലത്തെ സെറ്റപ്പ്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും, ഇവിടെ ഒരു പൂവും, ഇവിടെ ഒരു മഞ്ഞപ്പൂവ്, അവിടെ ഒരു ചുവപ്പപ്പൂ, ഇവിടെ ഒരു മഞ്ഞപ്പൂവ്. പിന്നെ ഇവിടെ വേറെ എന്തിച്ചുണ്ടായി. നമുക്ക് താഴത്തോട്ട് പോകുമ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ മൈനിങ് ഏരിയ ഗൈസ്. ഇവിടെ ഞാൻ ആകാലം കോലാക്കി വെച്ചേക്കാണ്. മൈൻ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഞാൻ കുറേ കുഴിച്ചിട്ടും കേവൊന്നും കിട്ടണില്ല. ഒരു വെള്ളമുള്ള സാധനം കിട്ടി, നമുക്ക് ഇത്തിരി സ്റ്റോൺ പൊട്ടിക്കാൻ കഴിയും. ഒരാവശ്യമുണ്ട്, ടോർച്ച് ഇവിടെ വയ്ക്കട്ടെ. ഞാൻ അറിയാണ്ട് ടോർച്ചും കൂടി അതിൻ്റെ കൂടെ പോയി ഗൈസ്. ഈ സ്റ്റോൺ കുറേ ഉണ്ട്, അത് ഇത്തിരി എണ്ണം പൊട്ടിച്ചിട്ട് ഇനി മുകളിൽ കയറി പോകണം ഗൈസ്. നമുക്കിനി അവിടെ ആയിട്ട് ഞാൻ സ്റ്റെപ്പ് കയറാനുള്ളത് ഉണ്ടാക്കി വെച്ചില്ല ഗൈസ്. ഇറങ്ങാനുള്ളത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോൺ അവിടെ നിന്ന് പൊട്ടിച്ചത്. എന്നിട്ട് കയറണം. അയ്യോ, കയറാൻ പറ്റും. പക്ഷേ ചാട് വെച്ചു. ചാടിയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങണം.
ഞാൻ വാളം പിരിച്ചിട്ടാണ് പോകുന്നത് ഗൈസ്. ഇല്ലെങ്കിൽ വല്ല സോംബിയെ കാണുന്ന പ്രശ്നമാണ്. പിന്നെ ഇവിടെ കുറേ സോംബി ഉണ്ടാവും ഗൈസ്. ഇവിടെ എവിടെയോ സോംബി ഉണ്ടാവാറുണ്ട്. പിന്നെ അവിടെ ആയിട്ടാണ് ഞങ്ങളുടെ സോംബി എന്ന് പറഞ്ഞ് നാവെടുത്തില്ല അപ്പോഴേക്ക് സോംബി. പിന്നെ ഇവിടെ ആയിട്ട് ഞങ്ങളുടെ വില്ലേജ് ഉണ്ട് ഗൈസ്, വില്ലേജ്. പിന്നെ അയ്യോ സോംബി പിന്നാലെ വരുന്നു. ഇതാണ് ഞങ്ങളുടെ വില്ലേജ്. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ ഐലൻഡിലാണ് ഈ വില്ലേജ് നിൽക്കുന്നത്. സോംബിനെ കൊല്ലാൻ പറ്റണില്ല. കൊന്നു. അപ്പോൾ ഗൈസ് സോംബിനൊക്കെ തീർത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇത്തിരി കാര്യങ്ങൾ കൂടിയും കാണാനുണ്ട് ഗൈസ്. എൻ്റെ ലൈഫ് വളരെ കുറവാണ് ഗൈസ്. പക്ഷെ അതൊന്നും ഞാൻ ശ്രദ്ധിക്കണില്ല. ചാവാണെങ്കിൽ ചത്തോട്ടെ, എനിക്ക് പിന്നെ റീസ്പോൺ ആവാൻ പറ്റും ഗൈസ്. ഞാനിവിടെ ഒരു ചെസ്റ്റ് ഉണ്ട് ഗൈസ്. ചെസ്റ്റ് തുറന്ന് നോക്കട്ടെ. ചെസ്റ്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ചേട്ടൻ്റെ കൃഷിയാണ് ഗൈസ്. കൃഷി പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ട്. പിന്നെ അങ്ങോട്ട് ഇത്തിരി പോകാനുണ്ട് ഗൈസ്. ആ മരം കണ്ട, ആ മരം ആരാ നട്ടതെന്നറിയോ? ഞാൻ നട്ട് പിടിപ്പിച്ചതാണ് ഗൈസ്. ആ മരം ഞാൻ നട്ട് പിടിപ്പിച്ചത്. ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വളർന്ന് നല്ല വലിയ മരമായി. പിന്നെ അപ്പുറത്തെ ഐലൻഡിക്ക് ഞാൻ ഇത്തിരി പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ എൻ്റെ ഒരു വേറെ സാധനം കൂടി ഉണ്ട്, ഞാൻ മീന്തി പോയി കാണിച്ചാൽ. ഇതാണ് ഗൈസ് എൻ്റെ കൃഷി. മറ്റേത് ചേട്ടൻ്റെ കൃഷി. എൻ്റെ കൃഷിയൊക്കെ വളർന്നു ഗൈസ്. അതൊക്കെ വീച്ചൊക്കെ ഇനി പൊട്ടിച്ചെടുക്കണം അവിടുന്ന്. അപ്പുറത്തെ ഐലൻഡിലോട്ട് ഞാൻ കയറിപ്പോയി കാണിച്ചു തരാം ഗൈസ്. അങ്ങോട്ട് ഞാൻ പാലം പോലെ ഇങ്ങനെ ബ്രിഡ്ജ് പോലെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ വേറൊരു മൈനിങ് ഏരിയ. ഇത് ഞാൻ മൈനിങ് ഇതാക്കിയതല്ല, വെറുതെ ഒരു മൈനിങ് ഏരിയ. ഇപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങോട്ട് കുറേയൊക്കെ വിളിച്ചു പോയിട്ടുണ്ട് ഗൈസ്. ഇനിയും കുറേ പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ.